ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സൈബർ ക്രൈംസിനെ പറ്റിയുള്ളതാണ്. എന്താണ് സൈബർ ക്രൈംസ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സൈബർ ക്രൈംസ്, ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സൈബർ ക്രൈമിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Cyber crimes can be defined as the unlawful acts where the computer is used either as a tool or a target or both. കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള എനി അൺലോഫുൾ ആക്ടിവിറ്റിയാണ് സൈബർ ക്രൈം. ലൈക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തോ അതിൻ്റെ പ്രോഗ്രാംസ് നശിപ്പിക്കുവാൻ വേണ്ടി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു, ഓർ ബോത്ത്. ഇത് രണ്ടും സൈബർ ക്രൈംസിൻ്റെ ഡെഫിനിഷനാണ്. ലൈക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ് സൈബർ ക്രൈം അഥവാ സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഫിഷിംഗ്, ബാങ്ക് റോബറി, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്സ്, ഇല്ലീഗൽ ഡൗൺലോഡിംഗ്, ഇതൊക്കെ സൈബർ ക്രൈംസിൻ്റെ എക്സാമ്പിൾസ് ആണ്. 2 types ഓഫ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈംസ് 2 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ, ക്രൈംസ് ഇൻ വിച്ച് കമ്പ്യൂട്ടർ ഇസ് ദി ടാർഗറ്റ്. കമ്പ്യൂട്ടർ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യം. ഉദാഹരണത്തിന് ഹാക്കിംഗ്, വൈറസ് അറ്റാക്ക്, ഡോസ് അറ്റാക്സ് എക്സെട്ര. ആൻഡ് സെക്കൻഡ് വൺ, ക്രൈംസ് വേർ ദി കമ്പ്യൂട്ടർ ഇസ് യൂസ്ഡ് ആസ് എ വെപ്പൺ. കമ്പ്യൂട്ടർ ആയുധമായി ഉപയോഗിക്കുന്ന കുറ്റകൃത്യം. ഉദാഹരണത്തിന് സൈബർ ടെററിസം, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്സ്, പോർണോഗ്രഫി എക്സെട്ര. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സൈബർ ക്രൈംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹാക്കിംഗ്. A hacker can be anyone who utilizes their computer software and hardware knowledge to break down and bypass a computer device or network security measures. ഒരു കമ്പ്യൂട്ടറിൻ്റെ രഹസ്യങ്ങൾ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെയാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഹാക്കേഴ്സ് 3 തരത്തിലാണുള്ളത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ചൂസ് ടു യൂസ് ദ പവേഴ്സ് ഫോർ ഗുഡ് റാദർ ദാൻ ഈവിൾ. സദുദ്ദേശത്തോടു കൂടി ഹാക്ക് ചെയ്യുന്നവരെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. പോലീസിനും CBIക്കും വേണ്ടി ഹാക്ക് ചെയ്യുന്നവരെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഓഫൺ റെഫർഡ് ടു ആസ് എത്തിക്കൽ ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെ എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും അറിയപ്പെടുന്നു. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഹാക്കിംഗ് ആണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അവരെ ക്രാക്കേഴ്സ് എന്നും അറിയപ്പെടുന്നു, ഓൾസോ നോൺ ആസ് ക്രാക്കേഴ്സ്, ആൻഡ് ഓപ്പോസിറ്റ് ഓഫ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ഓഫ് ബോത്ത് വൈറ്റ് ഹാറ്റ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ചില സമയങ്ങളിൽ സദുദ്ദേശത്തോടു കൂടി ചെയ്യുകയും ചില സമയങ്ങളിൽ ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുകയും ചെയ്യുന്ന ഹാക്കിംഗ് ആണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. സെക്കൻഡ് വൺ, സൈബർ ടെററിസം. Cyber terrorism is the use of the internet to conduct violent acts that results in or threaten loss of life or significant bodily harm in order to achieve political or ideological gains through threat or intimidation. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ ഓർ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നശിപ്പിക്കുക, ഫിയർ ഉണ്ടാക്കുക, അവരുടെ പ്ലാനിങ് ഓർ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഉപയോഗിക്കുന്നതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. തേർഡ് വൺ, ഫിഷിംഗ്. ദി അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡേറ്റ സച്ച് ആസ് യൂസർ നെയിംസ്, പാസ്വേഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പർ, യൂസർ നെയിം, ഇവയൊക്കെ ആൾമാറാട്ടത്തിലൂടെ തട്ടിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്ന രീതിയാണ് ഫിഷിംഗ്. ഫോർത്ത് വൺ, സൈബർ സ്കോട്ടിംഗ്. Cyber squatting is registering, selling or using a domain name with the intent of profiting from the goodwill of someone else trademark. ഒരു ഡൊമെയിൻ നെയിമിൻ്റെ സാദൃശ്യത്തിൽ മറ്റൊരു ഡൊമെയിൻ നെയിം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് സൈബർ സ്കോട്ടിംഗ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫേമസ് ബ്രാൻഡ് അതിൻ്റെ സാദൃശ്യത്തിൽ തോന്നിപ്പിക്കുന്ന മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ്, ആ ബ്രാൻഡിൽ ചെറിയ മാറ്റം വരുത്തി ആളുകളെ പറ്റിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, സലാമി അറ്റാക്സ്. എ സലാമി അറ്റാക്ക് ഈസ് വെൻ സ്മോൾ അറ്റാക്സ് ആഡ് അപ്പ് ടു വൺ മേജർ അറ്റാക്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സലാമി സ്ലൈസിംഗ്. കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങളെയാണ് സലാമി അറ്റാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരു 5-10 രൂപയോ ഡെബിറ്റ് ചെയ്താൽ
നിസ്സാര തുകയായിരുന്നാൽ നമ്മളാരും ബാങ്കിൽ പോയി അന്വേഷിക്കാറില്ല. ഇതൊരു ഇൻഡിവിജ്വൽ അറ്റാക്കാണ്. ഇങ്ങനെ ഒരു ബൾക്ക് ഓഫ് പീപ്പിളിൻ്റെ അക്കൗണ്ടിൽ നിന്നും 5-10 രൂപ എടുത്തുകൊണ്ട് അവർ ഒരു ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യും. ഇതിനെ സലാമി അറ്റാക്ക് എന്ന് പറയുന്നു. സ്മോൾ അറ്റാക്സ് ആഡ് അപ്പ് ടു 1 മേജർ അറ്റാക്സ്. അതുപോലെ ഇതൊരു അൺനോട്ടിസ്ഡ് ക്രൈമാണ് ആൻഡ് സലാമി സ്ലൈസിംഗ് എന്നും അറിയപ്പെടുന്നു. 6th one, വൈറസ് അറ്റാക്ക്. വൈറസിൻ്റെ ഫുൾ ഫോം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സർവീസ് എന്നാണ്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ലോഡഡ് ഓൺ ടു എ യൂസേഴ്സ് കമ്പ്യൂട്ടർ വിത്തൗട്ട് ദി യൂസേഴ്സ് നോളജ്. വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോഗ്രാമാണ്. ഡേറ്റാസൊക്കെ നശിപ്പിക്കുവാനും കോപ്പീസ് ജനറേറ്റ് ചെയ്യുവാനും കഴിയും. കമ്പ്യൂട്ടറിൽ ഒരു ഫയലിലാണ് വൈറസ് അഫക്റ്റഡ് എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മറ്റ് ഫയൽസിലും സ്പ്രെഡ് ചെയ്യും. ഇതിനെയാണ് വൈറസ് അറ്റാക്ക് എന്ന് പറയുന്നത്. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ബാധിച്ച ആദ്യ വൈറസാണ് ക്രീപ്പർ. ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഇസ് ക്രീപ്പർ. ആദ്യ വൈറസ് ബാധിച്ച പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ്. റീസെൻ്റ്ലി വന്ന വൈറസാണ് വാനാക്രൈ. 2017 180 രാജ്യങ്ങളിൽ വേരുറപ്പിച്ച വൈറസാണ് വാനാക്രൈ. 7th one, പോണോഗ്രഫി. ഇല്ലീഗൽ സെക്ഷൽ കണ്ടൻ്റ് ആണ്. ഡിജിറ്റലി അവൈലബിൾ ആണ്. ആൻഡ് സ്പ്രെഡിംഗ് ഓഫ് വീഡിയോസ് ഓർ ഇമേജസ് കണ്ടെയ്നിങ് സെക്ഷൽ കണ്ടൻറ്റ്സ് ത്രൂ നെറ്റ്വർക്ക്സ്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയാണ് പോണോഗ്രഫി എന്ന് പറയുന്നത്. 8th one, വെബ് ഹൈജാക്കിംഗ്. ഹാക്കിംഗ് ഓഫ് വെബ്സൈറ്റ്സ്. ഒരു വെബ്സൈറ്റിൻ്റെ ആക്സസ് ഹാക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു സൈറ്റിന് ഓണർ ഉണ്ടെന്ന് വെക്കുക. ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ സൈറ്റിൻ്റെ ഫുൾ കൺട്രോൾ വേറൊരാൾ ഇല്ലീഗലി കൈക്കലാക്കുന്നു. ആ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഡൗൺലോഡ് ആകുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, എന്തൊക്കെ ആ സൈറ്റിൽ കാണിക്കണം എന്നുള്ള കാര്യങ്ങളുടെ ആക്സസ് ശരിക്കുമുള്ള ഓണറിന് നഷ്ടപ്പെടുകയും അത് ഹൈജാക്ക് ചെയ്ത അല്ലെങ്കിൽ മോഷ്ടിച്ച വ്യക്തി ആരാണോ അയാൾക്ക് ലഭിക്കുന്നു. ഇതിനെയാണ് വെബ് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. 9th one, സ്നൂപ്പിംഗ്. ഇൻ എ സെക്യൂരിറ്റി കോണ്ടെക്സ്റ്റ് is unauthorized access to another person's or company's data. മറ്റ് യൂസറിൻ്റെ ഫയൽസും ഡേറ്റാസും അവരറിയാതെ വായിക്കുന്ന പ്രവൃത്തിയെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. 10th one, സ്പൂഫിംഗ്. The word spoof means to trick or deceive. സ്പൂഫ് എന്നാൽ വഞ്ചിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക എന്നാണ്. ദിസ് ഇസ് ടിപ്പിക്കലി ഡൺ ബൈ ഹൈഡിങ് വൺസ് ഐഡൻറ്റിറ്റി ഓർ ടേക്കിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് അനദർ യൂസർ ഓൺ ദി ഇൻ്റർനെറ്റ്. ഒരാളുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ടോ ഇൻ്റർനെറ്റിലെ മറ്റൊരു ഉപയോക്താവിൻ്റെ ഐഡൻറ്റിറ്റി എടുത്തുകൊണ്ടോ ആണ് ഇത് സാധാരണ ചെയ്യുന്നത്. ഇതിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ ഡിഡ്ലിംഗ് is a type of cybercrime in which data is altered as it is entered into a computer system. കമ്പ്യൂട്ടറിലേക്ക് ഒരു വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ നൽകുമ്പോഴോ അതോ അത് നൽകുന്നതിന് മുന്നെയോ അതിൻ്റെ ഡേറ്റാസൊക്കെ മനഃപൂർവ്വം മാറ്റുന്നതിനെയാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്റ്റോക്കിംഗ് is the use of internet or other electronic means to stalk or harass an individual, group or organization. ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഒരാളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ഹരാസ് ചെയ്യുകയാണെങ്കിൽ ആ ക്രൈമിനെ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നു. ക്രാക്കിംഗ്. ദ ടേം ക്രാക്കിംഗ് മീൻസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇൻ ഓർഡർ ടു സ്റ്റീൽ, കറപ്റ്റ് ഓർ ഇലിജിറ്റിമേറ്റ്ലി വ്യൂ ഡേറ്റ. ഒരു സിസ്റ്റത്തിലെ ആവശ്യമായ വാല്യുബിൾ ഇൻഫർമേഷൻസ് ഓർ ആ സിസ്റ്റത്തിൻ്റെ ഡേറ്റ നശിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ ബോംബിംഗ്. സെൻഡിങ് ഹ്യൂജ് വോള്യൂംസ് ഓഫ് ഇമെയിൽ ടു ആൻ അഡ്രസ് ഇൻ ഓർഡർ ടു ഓവർഫ്ലോ ദി മെയിൽ ബോക്സ്. ഒരാളുടെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ലാർജ് നമ്പർ ഓഫ് ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നു. ഇതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ജിമെയിൽ അക്കൗണ്ടിൽ മാക്സിമം 15 GB ആണ് കപ്പാസിറ്റി ഉള്ളത്. ആ അക്കൗണ്ടിലേക്ക് ലാർജ് നമ്പർ ഓഫ് ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നു. 15 GB കവിന് അക്കൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരാളിരുന്ന് അയക്കുന്നതല്ല, ഒരു സോഫ്റ്റ്വെയർ പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും. ആൻഡ് ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ, അതായത് ഈ ഹാക്ക് ചെയ്ത വ്യക്തിയുടെ അക്കൗണ്ടിൽ ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് മെയിൽസും വരരുത്, അതുപോലെ അയാൾക്ക് ഒരു മെയിലും തുറക്കാൻ പറ്റരുത്. ഇതാണ് ഇമെയിൽ ബോംബിങ്ങിൻ്റെ ഉദ്ദേശം. ഡേറ്റ തെഫ്റ്റ്.
is the act of stealing computer-based information through hard disk or pen drive. ഹാർഡ് ഡിസ്കോ പെൻ ഡ്രൈവോ യൂസ് ചെയ്തുകൊണ്ട് ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഫയൽസ് അല്ലെങ്കിൽ ഡേറ്റാസൊക്കെ കോപ്പി ചെയ്യുന്നതിനെയാണ് ഡേറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ തെഫ്റ്റ് ഇൻ എ മാനർ where the unauthorized person uses internet hours paid by another person. മറ്റൊരാളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി അയാളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഹാക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന രീതിയെയാണ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറയുന്നത്. സൈബർ ഫ്രോഡ് ആൻഡ് ചീറ്റിംഗ്. ഫ്രോഡ്സ് റിലേറ്റഡ് ടു ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. ഒരു വ്യക്തിയെ പറ്റിക്കുന്നതിന് വേണ്ടി അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് നമ്പേഴ്സൊക്കെ കളക്ട് ചെയ്യുന്നു. ഇതിനെയാണ് സൈബർ ഫ്രോഡ് ആൻഡ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ സ്പൂഫിംഗ് is the creation of email messages with a forged sender address. നമുക്ക് വന്നിട്ടുള്ള ഇമെയിലിൻ്റെ സോഴ്സ് മാറ്റി കാണിക്കുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമുക്കറിയാവുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഇമെയിൽ വന്നിട്ടുണ്ട് ഫ്രം എനി അക്കൗണ്ട്. ഇമെയിൽ വന്നത് ജിമെയിൽ അക്കൗണ്ടിൽ നിന്നാണ് കാണിക്കുന്നത്, പക്ഷേ അത് ഫ്രണ്ടിൻ്റെ ഇമെയിൽ അല്ല വന്നത്. ഇതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. Cyber defamation is an act of intentionally insulting, defaming or offending another individual or a party through a virtual medium. ഡിഫമേഷൻ എന്നാൽ അപകീർത്തിപ്പെടുത്തുക. ഒരു വ്യക്തിയെ ഇൻ്റർനെറ്റിലൂടെ അപകീർത്തിപ്പെടുത്തുന്നതിനെയാണ് സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഫേമസ് പേഴ്സണോ സെലിബ്രിറ്റിയോ എന്തിനെ പറ്റിയായാലും അപകീർത്തിപ്പെടുത്തുന്നത് പോലെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയാണ് സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത്. ഫോർജറി. The creation of false written documents and modification or alteration of genuine document for deceiving others. മറ്റൊരാളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ഫോൾസ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ജെന്യുവിൻ ഡോക്യുമെൻറ്റ്സിനെ മോഡിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ചെക്സ്, ഇല്ലീഗൽ സ്റ്റാമ്പ്സ്, പ്രോമിസറി നോട്ട്സ് പ്രിൻ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനെയാണ് ഫോർജറി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓൺലൈൻ ഗാംബ്ലിംഗ്. ഓൺലൈൻ ഗാംബ്ലിംഗ് ഓർ ഇൻ്റർനെറ്റ് ഗാംബ്ലിംഗ് ഈസ് എനി കൈൻഡ് ഓഫ് ഗാംബ്ലിംഗ് കണ്ടക്റ്റഡ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചൂതാട്ടമാണ് ഓൺലൈൻ ഗാംബ്ലിംഗ്. ഫോർ എക്സാമ്പിൾ, വെർച്വൽ പോക്കർ, കാസിനോസ്, സ്പോർട്സ് ബെറ്റിംഗ്, എക്സെട്ര.